അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്ഫിറത്തും ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി രണ്ടാം വാല്യം പേജ് 8. വലാ യജൂസു ജായിസാകൂല അഖ്ദു ജുബ്രാനിൻ, ഒരു ജുബ്രാൻ വാങ്ങൽ ജായിസാകൂല മാ സനിയത്തിൻ, 5 വയസ്സായ ഒട്ടകത്തിൻ്റെ കൂടെ. അങ്ങനത്തെ 5 വയസ്സായ ഒട്ടകമാണ് യദ്ഫൗഹ. ആ 5 വയസ്സായ ഒട്ടകത്തിന് അയാൾ കൊടുക്കുന്നു ബദല ജദത്തിൻ, ജദ കൊടുക്കേണ്ട സ്ഥാനത്ത് കൊടുക്കുന്നു. അയാൾക്ക്, ആ മുതലാളിക്ക് 61 ഒട്ടകമാണ് ഉള്ളത്. 61 ഒട്ടകമുള്ളതായിരിക്കുന്ന മുതലാളി 4 വയസ്സുള്ള ജദ ആണല്ലോ കൊടുക്കേണ്ടത്. അങ്ങനെ അയാൾ ജദ കൊടുക്കാതെ അയാൾ സെനിയത്ത്, ഒരു വയസ്സോട് കൂടുതലുള്ളതായിരിക്കുന്ന സെനിയത്ത് കൊടുക്കുന്നു. എന്നാൽ അതിന് ജുബ്രാൻ വാങ്ങാൻ പറ്റില്ല. എങ്ങനത്തെ ജദത്താണ് അലിഹി, അയാളുടെ മേൽ നിർബന്ധമായിട്ടുണ്ട്, അങ്ങനെയുള്ള ജദത്തിന് പകരം എങ്ങനത്തെ ജദത്താണ് ഫഖദഹ, ആ ജദത്ത് അയാളെ സ്വത്തിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. അയാൾക്ക് നിർബന്ധമായത് ഒരു ജദത്ത് കൊടുക്കല, കാരണം 61 ഒട്ടകമുണ്ട് അയാൾക്ക്. പക്ഷേ ഈ 61 ഒട്ടകത്തിൻ്റെ കൂട്ടത്തിൽ 4 വയസ്സായ ജദത്ത് ഒറ്റൊന്നുമില്ല. എന്നാൽ അയാൾക്ക് ഒരു വയസ്സും കൂടി കൂടുതലുള്ളതായിരിക്കും സെനിയത്ത് കൊടുത്തിട്ട് ജുബ്രാൻ വാങ്ങാൻ പറ്റൂല. അഹ്സനിൽ വജ്ഹൈനി, 2 വജ്ഹിൽ വെച്ച് ഏറ്റവും മെച്ചമായിരിക്കുന്ന വജ്ഹ് പ്രകാരം അങ്ങനെ ചെയ്യാൻ പറ്റൂല. എന്താ പറ്റില്ല അറിയാൻ കാരണം എന്നെ സെനിയത്ത, കാരണം സെനിയത്ത് എന്ന ഒട്ടകം 5 വയസ്സായ ഒട്ടകം. വഹിയ, ഏതാണ് ഈ സെനിയത്ത്? അയലാമിനൽ ജദത്തി ബിസനത്തിൻ, അത് 4 വയസ്സായ ജദനേക്കാളൊരു വയസ്സ് കൂടിയതിനേക്കാണ് സെനിയത്ത് എന്ന് പറയുക. അങ്ങനത്തെ ഒട്ടകമാകുന്നത് ബിസനത്തിന് 1 വർഷം കൊണ്ട് കൂടുതലുള്ളതാണ്. അങ്ങനത്തെ സനിയത്താവുന്ന ലീസത്ത്, ആ സനിയത്തല്ലല്ലോ ബിൻ അസ്നാനി സക്കാത്തി, അത് സക്കാത്തിൻ്റെ വയസ്സിൽപ്പെട്ടതല്ല. സക്കാത്തിൻ്റെ വയസ്സിൽ ബിന്ത് മഹാദ് എന്ന 1 വയസ്സുള്ളത്, ബിന്ത് ലബൂൻ എന്ന 2 വയസ്സുള്ളത്, ഹിക്ക എന്ന 3 വയസ്സുള്ളത്, ജദ എന്ന 4 വയസ്സുള്ളതാണ്. പിന്നെ അങ്ങോട്ട് 76 ഒട്ടകമുള്ളവനാടെ പിന്നെ സെനിയത്തല്ല പറഞ്ഞാടെ ബിന്താൽ 2 ബിന്ത് ലബൂന്, 2 ഹിക്ക, 3 ബിന്ത് ലബൂൻ, അങ്ങനെ എണ്ണം കൂടുകയാണ്, പിന്നെ വയസ്സ് കൂടുന്നില്ല. അതുകൊണ്ട് പറ്റൂല. ഇതിപ്പോൾ റാഫി ഇമാമിൻ്റെ ദർജിയാണ്. എന്നാൽ കുൽത്തു നബിയാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു അൽ അസ്ഹു, പ്രബലമായ അഭിപ്രായമാവുന്നത് ഇന്ദൽ ജുംഹൂരി, ഭൂരിപക്ഷം മസ്ഹാബിനടുക്കലും പ്രബലമായത് അൽ ജവാസു, ജദ നിർബന്ധമായ ആൾക്ക് ജദ അല്ലെങ്കിൽ അതിനേക്കാളൊരു വയസ്സ് കൂടിയതായിരിക്കുന്ന സെനിയത്ത് കൊടുക്കുമ്പോൾ അവിടെ ജുബ്രാൻ വാങ്ങൽ ജായിസാണ് എന്നുള്ളതാണ്. അല്ലാഹു അലം. ഖുൽതു അല്ലാഹു അലം. കമാഫി സായിരിൽ മറാത്തിബി, ബാക്കിയുള്ളതായിരിക്കുന്ന ബിന്ദു ലബൂന്, ഹിഖ, ജദ, അതിലൊക്കെ കയറുമ്പോൾ വാങ്ങാലോ, എന്ന മാതിരി സനിയത്തിലേക്ക് കയറുമ്പോൾ വാങ്ങാം എന്നുള്ളതാണ്. വലാ യൽസോമിൻ ഇന്തിഫായി അസ്നാനി സക്കാത്തി, സക്കാത്തിൻ്റെ വയസ്സിൽ പെട്ടതല്ലല്ലോ എന്നല്ലേ മറ്റൊരു ന്യായം പറഞ്ഞത്. അങ്ങനെ സക്കാത്തിൻ്റെ വയസ്സിൽ പെട്ടതല്ല സനിയത്ത് എന്നതിനാൽ സനിയത്തിനെ തൊട്ട് സക്കാത്തിൻ്റെ വയസ്സില്ല എന്നതിനാൽ ലാസിമാകൂല. ബി തരീഖൽ അസാലത്തി, അസലിന് ശരി തന്നെയാണ്, സക്കാത്തിൻ്റെ വയസ്സിലില്ല എന്നതിനാൽ ലാസിമാവൂല. എന്ത് ലാസിമാവൂല? ഇന്തിഫാവു നിയാബത്തിഹ, ആ സനിയത്ത് പകരാകൂല, ശേഷമുള്ളതായിരിക്കുന്ന ജദേനെ തൊട്ട് പകരാകൂല എന്നത് അവിടെ വരൂല. ഫൈൻ ദഫഅഹ, ഇനി മുതലാളി ഈ ജദ, മുതലാളി എന്ന് പറഞ്ഞാൽ 61 ഒട്ടകമുള്ളതായിരിക്കുന്ന ആൾ, ജദ കൊടുക്കേണ്ട മുതലാളി ഒരു വയസ്സ് കൂടിയ സനിയത്തിന് കൊടുത്തു. വലം യത്ലു ജുബ്രാൻ, മുപ്പരിന് ജുബ്രാനൊന്നും ആവശ്യപ്പെട്ടില്ല സായിൽ നിന്ന്. ജാസ എന്നല്ല, കൊടുക്കൽ ജായിസാണ്. ഖഫ്തൻ, അവിടെ തർക്കം തന്നെയല്ല. എന്തേ ജായിസാൻ കാരണം? അന്നഹു, കാരണം ജദ കൊടുക്കേണ്ട മുതലാളി ഒരു വയസ്സ് കൂടിയ സെനിയത്ത് കൊടുക്കുക എന്നുള്ള പണി ചെയ്ത മുതലാളി സാദ ഹൈറ, അയാൾ ഹൈർ കൂട്ടി യാസിയാക്കിക്കാണ്ട് 5 വയസ്സ് 4 വയസ്സാത് കൊടുക്കേണ്ടടുത്തൊരു വയസ്സ് കൂടി 5 വയസ്സാത് കൊടുത്തിക്കുകയാണ്. അപ്പോൾ കൊണ്ട് ഏതായിരുന്നാലും ശരിയാവും. ജുബ്രാൻ വാങ്ങുമ്പോഴാണ് പ്രശ്നമുള്ളതെന്ന് അർത്ഥം. വലാ തുജ്സിയു ഷാത്തുൻ വാസ്രതു ദറാഹിമ, എന്നാൽ ഒരു ജുബ്രാനെ ഡിവൈഡ് ആക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അതായത് ഒരു ജുബ്രാൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 2 ആട് അല്ലെങ്കിൽ 20 ദിർഹമാണല്ലോ. എന്താക്കുക, ആടൊന്നും പകുതി ഒരാട്, അതിന് 20 ദിർഹമെന്നും പകുതി 10 ദിർഹം, അങ്ങനെ ആക്കാൻ പാടില്ല. ഈ ജുബ്രാനും വായതിനും ഒരേ ജുബ്രാനും വേണ്ടി ആടൊന്നും പകുതി ദിർഹമെന്നും പകുതിയാക്കിയിട്ട് ഒരാടും 10 ദിർഹമും ജായിസല്ല. എന്തേ ജായിസല്ല അറിയാൻ കാരണം? ലിഅന്നഹു, കാരണം അങ്ങനെ ഒരാടും 10 ദിർഹമും എന്നുള്ളത് ഖിലാഫു മാ തഖദ്ദമ ഫിൽ ഹദീസിൽ വന്നതിന്, ഹദീസിൽ മുന്തിപ്പോയതിനെതിരാണ്. ഹദീസിൽ പറഞ്ഞതൊക്കെ ഒന്നുകിൽ 2 ആട് അല്ലെങ്കിൽ 20 ദിർഹം എന്നാണ്. ഫൈൻ കാനൽ മാലിക്കു,
ഇനി അതിൻ്റെ മാലിക്കാണ് അഹദ അങ്ങനെ വാങ്ങുന്നതെങ്കിൽ മാലിക്കിന് ജുബ്രാൻ കിട്ടേണ്ട ഘട്ടമാണ്. അപ്പോൾ മുമ്പരെന്താക്കി, എനിക്ക് 2 ആട് വേണമെന്നില്ല, അല്ലെങ്കിൽ 20 ദിർഹം വേണമെന്നില്ല, ഒരാടും തന്നേക്ക് 10 ദിർഹം തന്നേക്ക് എന്ന് പറഞ്ഞ് മാലിക്കാണ് അങ്ങനെ വാങ്ങുന്നതെങ്കിലോ, അവർ ലീവിത്ത ഫിരിക്കി, അല്ലെങ്കിൽ മറ്റേ ആൾ കൊടുത്തു, ആര് പിന്നെ സാഴി അങ്ങനെ കൊടുത്തപ്പോൾ മാലിക്കിന് തൃപ്തിയാണ്, പ്രശ്നമൊന്നുമില്ല എങ്കിൽ ജാസ, അത് ജായിസ. എന്താ അങ്ങനെയാണ് ജായിസാൻ കാരണം ഈ അന്നൽ ജുബ്രാന, കാരണം ഈ ജുബ്രാനി എന്നുള്ളത് ഹക്കുഹു, അത് മാലിക്കിനിക്കുള്ള ഹക്കാണല്ലോ. അത് വലവു ഇസ്ഫാത്തുഹു, അതുകൊണ്ട് തന്നെ മാലിക്കിനിക്ക് അത് വേണ്ടാന്ന് വെക്കാനും അവകാശമുണ്ട്. മറ്റേടത്ത് സായിക്ക് അങ്ങനല്ല, സായിക്ക് ജുബ്രാൻ സായിക്കുള്ളതല്ലല്ലോ, അത് സക്കാത്തിൻ്റെ അവകാശികൾക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സായിക്ക് വേണ്ട നിൽക്കാൻ പറ്റൂല. വയുദ്സിയു എന്നാൽ മതിയാകും. ഷാത്താനി വൈസ്രുവന ദിർഹമൻ, 2 ആട് ഫുള്ള് ഒരു ജുബ്രാൻ്റെ, അപ്പോൾ തന്നെ ഇസ്രുവന ദിർഹമൻ 20 ദിർഹം മറ്റൊരു ജുബ്രാൻ്റെ, ഇങ്ങനെ 2 ആക്കാം. എന്തിനക്ക് പിന്നെ 2 ആടും 20 ദിർഹം ജുബ്രാനിന് 2 ജുബ്രാൻ, അപ്പോൾ ഒരു ജുബ്രാൻ്റെ വകയിൽ 2 ഷാത്ത്, മറ്റൊരു ജുബ്രാന് വേണ്ടി 20 ദിർഹം പറ്റും. മിനൽ മാലിക് യവിസാഴി, അത് മാലിക്കൊന്നും പറ്റും, സക്കാത്ത് പിരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥൻ നോക്കാൻ പറ്റും. മാലിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ കയറുമ്പോഴാണ് കിട്ടുക, സായിക്ക് ഇറങ്ങുമ്പോഴാണ് കിട്ടുക. നിവരം നോക്കിയിട്ടില്ല നഷാത്തേനി ഇഷമി 2 ആട് എന്നുള്ളതിൽ വാഹിദിൽ ഒരു ജുബ്രാനുക്കാണ്, വല്ല ശരീന 20 ദിർഹം എന്നുള്ളതിൽ ആഹ്റ മറ്റേ ജുബ്രാനുക്കാണെന്ന് വെച്ചിട്ട് അത് ജായിസാണ്. വഖാലബി ഷറഹിൽ മുഹദ്ദബി, ഷറഹിൽ മുഹദ്ദബിൽ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ തവജ്ജഹ ജുബ്രാനാനി അലൽ മാലിക് യവിസായി, മാലിക്കിൻ്റെ മേലോ സക്കാത്ത് പിരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മേലോ 2 ജുബ്രാൻ മുന്നിട്ടാൽ 2 ജുബ്രാൻ കൊടുക്കേണ്ടി വന്നാൽ ജായിസാണ്. അൻ യുഖ്രിജ അൻ അഹദിഹിമ, 2 ജുബ്രാൻ എന്നുള്ള ഒരു ജുബ്രാനെ തൊട്ട് അയാൾ പുറപ്പെടുവിക്കുക. എന്തിന്? 20 ദിർഹമിന് 20 ദിർഹമിനെ പുറപ്പെടുവിക്കുക. വാനില്ലാഹരി മറ്റേ ജുബ്രാനെ തൊട്ട് പുറപ്പെടുവിക്കുക. ഷാത്തൈനി 2 ആടിനെയും പുറപ്പെടുവിക്കുക. ഈ പണി പറ്റും എന്ന് ഷറൽ മുഹദ്ദിബും പറഞ്ഞിട്ടുണ്ട്. വയുജുബറുല്ലാഹറു, ആ മറ്റേ ആളെ നിർബന്ധിക്കപ്പെടണമല്ലോ അലാ കബൂരി, അങ്ങനെ പുറപ്പെടുവിക്കുന്നത് സ്വീകരിക്കാൻ. അപ്പം മാലിക് അങ്ങനെ പുറപ്പെടുവിക്കുമ്പോൾ സായിയെ സ്വീകരിച്ചിട്ടേ വേണം, സായി ഇങ്ങനെ പുറപ്പെടുവിക്കുമ്പോൾ മാലിക് സ്വീകരിച്ചിട്ടേ വേണം എന്നർത്ഥം. പക്കത ഇങ്ങനെ 2 ജുബ്രാനിന് ഒരു ജുബ്രാനിനെ തൊട്ട് ആടും മറ്റേ ജുബ്രാനെ തൊട്ട് ദിർഹമും കൊടുക്കൽ ജായിസായ പോലെ ലു തവജ്ജഹ മുന്നിട്ടാൽ സലാഹു ജുബ്രാനാത്തിൻ 3 ജുബ്രാൻ, അടുത്ത മർത്തബിയില്ല അതിൻ്റെ മേലുള്ള മർത്തബിയില്ലാണ്ട് 3 ജുബ്രാൻ വേണ്ടിയില്ലല്ലോ, അങ്ങനെ 3 ജുബ്രാൻ മുന്നിട്ടാൽ ഫാഖ്റജ, ആ ജുബ്രാൻ കൊടുക്കേണ്ട ആൾ പുറപ്പെടുവിക്കുകയും ചെയ്താൽ അൻ അഹദിഹിം അഹദിഹ, ആ 3 എന്നുള്ള ഒരു ജുബ്രാനെ തൊട്ട് പുറപ്പെടുവിച്ചു. ഷാത്തൈനി 2 ആടിനെ പുറപ്പെടുവിച്ചു. വാനില്ലാഹ്റൈനി മറ്റേ 2 ജുബ്രാനെ തൊട്ട് പുറപ്പെടുവിച്ചു. 40 ദിർഹമൻ 40 ദിർഹമിനെയും പുറപ്പെടുവിച്ചാൽ ഔ അക്കസഹു, അല്ലെങ്കിൽ ഇതിൻ്റെ മാറ്റാക്കൽ എങ്ങനെ? ഒരു ജുബ്രാനെ തൊട്ട് 20 ദിർഹം പുറപ്പെടുവിച്ച് മറ്റേ ജുബ്രാനെ തൊട്ട് 4 ആടും പുറപ്പെടുവിച്ചു. എന്നാൽ ജാസ ബിലാ ഖിലാഫിൻ, അത് തർക്കല്ലാതെ തന്നെ ജായിസാണ്. ഇതോടുകൂടി ഒട്ടകത്തിൻ്റെ ഇനി പശുവിലേക്ക് കിടക്കുകയാണ്. വലാ ഷൈഅ ഫിൽ ബഖരി, മാടിൽ ഒരു വസ്തു തന്നെ നിർബന്ധമില്ല. ഹത്താ തബ്ലുഹ, ആ ബക്കർ എത്തിക്കുന്നവരെ സലാസീന 30 ബക്കറിന് എത്തിച്ചെങ്കിലേ സകാത്താവുള്ളൂ. ഫഫിയ, അങ്ങനെ 30 വർഷം എത്തിച്ചാൽ ഫഫീഹ, അതിലുണ്ടാവും തബീൻ, ഒരു തബീ എന്ന് പറഞ്ഞാൽ ഇബ്നു സനത്തിൻ, 1 വയസ്സുള്ളതായിരിക്കും ഇതിൻ്റെ പശുക്കുട്ടിയെ കൊടുക്കണം. അപ്പോൾ താന ഫിസാനിത്തി 2-ാം വയസ്സിൽ കടക്കുകയും വേണം. 1 വയസ്സ് പൂർത്തിയായിട്ട് 2-ാം വയസ്സിൽ കിടന്നത്. ഫഖീല പറയപ്പെട്ടു സിത്തത്തു അശ്വരിൻ, അല്ലെങ്കിൽ 6 മാസം ഉണ്ടായാൽ മതി, 1 കൊല്ലം വേണ്ട, അതൊരു കീലുണ്ട്. സുമ്മ ഫീ കുല്ലി സലാസീന, പിന്നെ അങ്ങോട്ട് ആകെ എത്ര പശുണ്ട് നോക്കിയിട്ട് ഓരോ 30-ലും ഒരു തബീ വീതവും, കുല്ലി 40 മുസിന്ന, എല്ലാ ഓരോ 40-ൽ ഒരു മുസിന്നത്ത് വീതവുമാണ് കൊടുക്കേണ്ടത്. ആ 30 വരെ ഒന്നും നിർബന്ധമല്ല, 30 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തബീ കൊടുക്കണം, പിന്നെ 40 എത്തിയാൽ ഒരു മുസിന്ന. പിന്നെ അതങ്ങോട്ട് എത്ര ആകെയുള്ള ടോട്ടൽ നോക്കിയൊക്കെ എത്ര അത് 40 ഉണ്ട്, എത്ര 30 ഉണ്ട് നോക്കിയാണ്. അങ്ങനത്തെ മുസിന്നത്താണ് ലഹാ സനത്താനി, 2 വയസ്സുണ്ട് അങ്ങനത്തെ. അപ്പോൾ തയനത്ത് വിസാരിസത്തി 3-ാം വയസ്സിൽ കടക്കുകയും ചെയ്തു, അങ്ങനത്താണ് മുസിന്നത്ത്. ഫഖീല പറയപ്പെട്ടു സനത്തുൻ, 2 വയസ്സ് വേണ്ട, 1 വയസ്സ് മതി. മറ്റേതിനെ ഒപ്പിച്ച്, അതായത് പിന്നെ തബീനെ പറ്റി പറഞ്ഞല്ലോ 6 മാസം മതി. ഫഖീല പ്രകാരം ഇവിടെ മുസിന്നത്തിന് 1 വയസ്സ് മതി. റവ തിരുമുദിയു വഗൈറുഹു അൻ മുആദിൻ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം തിരുമുദി ഖൈറുവൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഖാല, മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന്, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ യമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദാകുന്ന എന്നെ യമനിലേക്ക് പറഞ്ഞയച്ചു.
ഫാമറനി അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ എന്നോട് തങ്ങൾ കൽപ്പിച്ചു അന്നാ ഹുദമിൻ കുല്ലി അർബഈന വഖത്തൻ മുസിന്നത്തൻ വമിൻ കുല്ലി സലാസീന തബിയ. സക്കാത്ത് പിരിക്കുമ്പം ഓരോ 40 പശുവിലും ഒരു മുസിന്നത്ത് 2 വയസ്സായതിനെയും ഓരോ 30 വീതം ഒരു വയസ്സായ തബീനെയും വാങ്ങണം. അത് തങ്ങൾ നിർദ്ദേശിച്ചു. വസഹഹുൽ ഹാക്കിമു വഗൈറുഹു. ഹാക്കിം റളിയല്ലാഹു അൻഹു ഖൈറും ഒക്കെ ഈ ഹദീസിനെ സഹിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൽ ബഖറത്തു, ഈ ഹദീസ് പറഞ്ഞ ബഖറത്താകുന്നത് തഖൗ, അത് സംഭവിക്കും അല്ല ദക്കരി വല്ലുൻസ, ആണിനും പെണ്ണിനും ഒക്കെ സംഭവിക്കും. അതിനൊക്കെ പറയുന്ന വാക്കാണെന്നർത്ഥം. അപ്പോൾ രണ്ടിലും ഏതായാലും മതി, ആണ് പെണ്ണൊന്നും വ്യത്യാസമില്ല. അപ്പോൾ ഓരോ 30-ലും തബിയും ഓരോ 40-നും മുസ്ലിനത്തും കൊടുക്കണം എന്ന് വെക്കുമ്പോൾ വഫീ സിത്തീന 60 പശുവിൽ നിർബന്ധമാകും തബിയാനി, 2 തബി, കാരണം 2 30 ഉണ്ടല്ലോ അതിൽ. വഫീ സബീന 70 പശുവിൽ നിർബന്ധമാകും തബിയും മുസിന്നത്തുൻ, ഒരു തബിയും ഒരു മുസിന്നത്തും കൊടുക്കണം. കാരണം 70-ൽ ഒരു 30 ഒരു 40 ഉണ്ടല്ലോ, അപ്പോൾ 70 ആകാം. ആ 30-നൊക്കെ തബിയും 40-നൊക്കെ മുസിന്നത്തും. വഫീ സമാനീന 80 ബക്കറിൽ നിർബന്ധമാകും മുസിന്നത്താനി, 2 മുസിന്നത്ത്, കാരണം 2 40 ഉണ്ടല്ലോ ഇതിൽ. വഫീ തിസ്കീന, എന്നാൽ 90 പശുക്കളിൽ നിർബന്ധമാകും സലാസത്തു അത്ബിയത്തിൻ, 3 തബിയകൾ, കാരണം 3 30 ഉണ്ടല്ലോ. വഫീ മിയത്തിൻ 100 പശുക്കളിൽ നിർബന്ധമാകും മുസിന്നത്തും വ തബിയാനി, ഒരു മുസിന്നത്തും 2 തബിയും, കാരണം ഒരു മുസിന്നത്ത് കൊടുക്കുമ്പോൾ 40-ൻ്റെ കഴിഞ്ഞു, 40 കഴിഞ്ഞാൽ 2 60 ബാക്കില്ല, 60-ന് 2 30, 2 കൊണ്ട് ഓരോ 30-ന് ഒരു തബി വീതം. വഫീ മിയത്തിൻ വ അശ്രത്തിൻ, എന്നാൽ 110 പശുക്കളിൽ നിർബന്ധമാകും മുസിന്നത്താനി വ തബിയുൻ, 2 മുസിന്നത്തും 2 തബിയും. 110 അല്ലേ, അപ്പോൾ 2 മുസിന്നത്ത് കൊടുക്കുമ്പോൾ 80-ൻ്റെ കഴിഞ്ഞ്, പിന്നെ 30 ബാക്കില്ല, എനിക്കൊരു തബിയും കൊടുക്കുക. വഫീ മിയത്തിൻ വ ഇശ്രീന, എന്നാൽ 120 പശുവിന് നിർബന്ധമാകും സലാസു മുസിന്നാത്തിൻ ഔ അർബഅത്തു അത്ബിയത്തിൻ, ഒന്നുകിൽ 3 മുസിന്നത്ത് കൊടുക്കുക, കാരണം 3 40 ഉണ്ടല്ലോ, അല്ലെങ്കിൽ അർബഅത്തു 4 തബികൾ കൊടുക്കുക, കാരണം 4 30 ഉണ്ടല്ലോ. വഹുക്കുമുഹ, 120 എത്തിയതായിരിക്കുന്ന പശുവിൻ്റെ വിധിയാകുന്നത് ഹുക്കുമു ബുലൂഖിൽ ഇബിലി മിയത്തൈനി, ഒട്ടകം 200-ന് എത്തിച്ചാലുള്ളതായിരിക്കുന്ന വിധിയാണ്. ഫി ജമീമ തഖദ്ദമ, ആ ഒട്ടകം 200 എത്തിച്ചെടുത്തുള്ള ഖിലാഫുകളിലും ബത്തഫിരി, അതിനെ തുടർന്നുള്ളതായിരിക്കുന്ന വിഷയങ്ങളിലുമൊക്കെ. അത് 5-ാം പേജിൻ്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരുത്തൻ്റെ 200 ഒട്ടകം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നുകിൽ 4 ഹിക്ക കൊടുക്കണം, അല്ലെങ്കിൽ 5 ബിന്ദിലവും കൊടുക്കണം. അപ്പം എന്നമാതിരി ഇവിടെ ഒന്നുകിൽ പിന്നെ ഒന്നുകിൽ എന്ത് കൊടുക്കുക, മുസിന്നത്തുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഹിക്കകൾ, അല്ലെങ്കിൽ തബീകൾ കൊടുക്കണം എന്നർത്ഥം. എന്നിട്ട് പിന്നെ അതിനുള്ള ഖിലാഫുകളൊക്കെ പറഞ്ഞു, അതായത് ഓൻ്റെ മൃഗത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്നുകിൽ തബിയോ മുസിന്നത്തോ ഏതോ ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതിനെടുക്കണം. ഇനി അതല്ല പിന്നെ അങ്ങനെ ഓൻ്റെ സ്വത്തിലെ ഒന്നുമില്ല, തബിയും ഇല്ല മുസിന്നത്തും ഇല്ല, എന്നാലും അവന് ഉദ്ദേശിച്ച് വാങ്ങണം. അതല്ല ഫക്കീർമാർക്ക് ഉപകാരമുള്ളത് വാങ്ങണം എന്നുള്ള കീലുണ്ട്. 2 ഓൻ്റെ വർഗത്തിലുണ്ട്, എന്നാൽ പ്രബലമായത് ഫക്കീർമാർക്ക് ഉപകാരമുള്ളത് വാങ്ങണം, ഉപകാരമില്ലാത്ത ജായിസാവില്ല എന്നൊക്കെ പറഞ്ഞ ചർച്ചകളൊക്കെ അവിടെ പറഞ്ഞതൊക്കെ അവിടെയും തിരിച്ചു വരുന്നർത്ഥം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.